ചിലർ തർക്കിക്കുന്നതിനെ കുറ്റം പറയുന്നു എന്ന് പറയുന്നു. ശരിക്കും അത് കുറ്റമാണോ പറയുന്നത്? അല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യമായാലും ശരി, അല്ല, തെറ്റുകളെ പറയുന്നത് എന്താണ് തെറ്റ്? അയാൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ തെറ്റെന്ന് പറയുമ്പോൾ ആ പറയുന്ന ആൾ മരണത്തിന് യോഗ്യനാണോ? കൊല്ലപ്പെടാൻ യോഗ്യനാണോ? അയാളെ കൊല്ലണമോ? അതെന്ത് നിയമമാണ്? ഒരു മതം, ലോകത്ത് അനേകം മതങ്ങളുണ്ട്. ഓരോരോ മതങ്ങളെക്കുറിച്ച് പഠിച്ചിട്ട് അതിലെ തെറ്റുകളെ വിളിച്ചു പറയുന്നുവെങ്കിൽ അതിലെന്താണ് തെറ്റ്? അതെങ്ങനെ മതം നിന്നയാകുന്നു? അതാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം. ഞാൻ എത്ര ചിന്തിച്ചിട്ടും വളരെ വർഷങ്ങൾക്ക് മുന്നേ ഇന്നത്തെ പോലെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളോ ഇലക്ട്രിസിറ്റി, വാഹന സൗകര്യങ്ങൾ, പ്ലെയിൻ തുടങ്ങിയുള്ള സംവിധാനങ്ങളില്ലായിരുന്ന കാലഘട്ടത്തിൽ, അതായത് ആഹാരം പോലും ശരിക്ക് എങ്ങനെ ചെയ്ത് കഴിക്കണമെന്നോ, എങ്ങനെയാണ് മനുഷ്യരിലെ രോഗാണുക്കൾ പകരുന്നതെന്നോ, എന്തുകൊണ്ട് അന്ന് ആ കാലഘട്ടങ്ങളിൽ അതിഭയാനകമായ ഇന്നില്ലാത്തതും ക്ഷയം, കുഷ്ഠം തുടങ്ങിയ രോഗങ്ങൾക്ക് മരുന്ന് പോലും കണ്ടുപിടിക്കാനോ ഒരു സംവിധാനമില്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ ചില മതങ്ങൾ, അല്ലെങ്കിൽ അനേകം മതങ്ങൾ ഉണ്ട്. ആ മതങ്ങളിലെ തെറ്റുകളെ വിളിച്ചു പറഞ്ഞാൽ അയാൾ മരണശിക്ഷയ്ക്ക് യോഗ്യനാണ്, അയാളെ കൊല്ലണം, അത് തെറ്റ്. ഈ അറിവുള്ള കാലഘട്ടത്തിൽ പറയുന്നത് എങ്ങനെ തെറ്റായി മാറും? ഞാൻ പല കാലങ്ങളായി അതേക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ മതം തന്നെയാകും? അത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു അറിവും വിവരവും ഇല്ലായിരുന്ന ഒരു കാലഘട്ടം, ഒന്നും കണ്ടുപിടിച്ചിരുന്നില്ല. മീനൊക്കെ ആണെങ്കിൽ ചുറ്റു തിന്നിരുന്ന ഒരു കാലഘട്ടം. അവർക്ക് പാചകം ചെയ്യാൻ അറിയില്ല. ചട്ടിയും കലവും സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഉണ്ടായ കാര്യങ്ങളെ, സംഭവിച്ച അനാചാരങ്ങളെ തെറ്റ് എന്ന് ഈ കാലഘട്ടത്തിൽ പറയുമ്പോൾ സയൻസ് എല്ലാ സത്യങ്ങളും കണ്ടുപിടിച്ചു. അതെങ്ങനെ മതം തന്നെയാകും? അയാൾ മരണശിക്ഷയ്ക്ക് യോഗ്യനാകുന്നത് എങ്ങനെ? ആ പേരിൽ എത്രയോ ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്നുകള്ളി. ഞാൻ ചിന്തിച്ചിട്ട് അതിലെനിക്ക് ഒരു അറിവും അതിനെക്കുറിച്ച് കിട്ടുന്നില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കുക.